9 വയസ്സുള്ള മകൾക്ക് നേരെ നടുറോഡിൽ ലൈംഗികാതിക്രമം നടത്തിയയാളെ പിടികൂടി പോലീസിലേൽപ്പിച്ച പിതാവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമമെന്ന പരാതി. പോക്സോ കേസിലെ പ്രതിയുടെ പരാതിയിൽ പെൺകുട്ടിയുടെ പിതാവിനെതിരെ എടുത്ത കേസിനെ ചൊല്ലിയാണ് വിവാദം. കൊച്ചി കടവന്ത്ര പോലീസിന്റെ നടപടിയിൽ ദുരൂഹത ആരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. എറണാകുളം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം 25-ാം തീയതി വൈകിട്ട് 4:30-ഓടെയാണ് നടുറോഡിൽ 9 വയസ്സുകാരിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. ഇളയ സഹോദരിക്കൊപ്പം റോഡിൽ സൈക്കിൾ ചവിട്ടാനിറങ്ങിയ പെൺകുട്ടിക്ക് നേരെ 17 വയസ്സുകാരൻ നടത്തിയ ലൈംഗിക അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളുമുണ്ട്. അക്രമം നടത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ കുട്ടിയുടെ പിതാവ് പിന്തുടർന്ന് പിടികൂടി പോലീസിലേൽപ്പിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ കേസ് ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക CPM നേതാക്കളടക്കം സമീപിച്ചുവെങ്കിലും വഴങ്ങിയില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു. എൻ്റെ അച്ഛൻ്റെ ഇളയച്ഛൻ്റെ മോളൊരു അഡ്വക്കേറ്റാണ്, അവരുടെ ഭർത്താവ് ഒരു അഡ്വക്കേറ്റാണ്. അവരുൾപ്പെടെ എല്ലാവരും ഒന്ന് രാത്രി തന്നെ വന്ന് നമുക്കിവിടെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചു. 5 ലക്ഷം രൂപ വരെ നമുക്ക് പറഞ്ഞ് ഒത്തുതീർപ്പാക്കണം, കേസാക്കരുതെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് ശ്രമിച്ചു. പക്ഷെ നമ്മുടെ കുഞ്ഞിനുണ്ടായത് ഇനി ഒരു കുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു. പ്രതിയായ 17-കാരനെതിരെ പോക്സോ കേസ് ചുമത്തിയെങ്കിലും പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നാലെ ജാമ്യം നേടി പുറത്തിറങ്ങുകയും ചെയ്തു. ജാമ്യം കിട്ടിയതിന് പിന്നാലെയാണ് പ്രതിയായ 17-കാരൻ അതിജീവിതയായ പെൺകുട്ടിയുടെ പിതാവ് മർദ്ദിച്ചെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയുടെ പരാതിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നിട്ടും കടവന്ത്ര പോലീസ് കേസെടുത്തു. 9 വയസ്സുകാരിയായ മകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിയെ പിടിച്ച് പോലീസിലേൽപ്പിച്ചതിന്റെ പേരിൽ കുഞ്ഞിന്റെ അച്ഛൻ ജാമ്യമില്ലാത്ത വകുപ്പുകളുള്ള കേസിൽ പ്രതിയായി. 3-ാം ദിവസം ജാമ്യം കിട്ടി. പരിക്കണ്ടെന്ന് കാണിച്ച് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കെതിരെ പരാതി കൊടുത്തേക്കെന്ന് തോന്നുന്നത്. എനിക്കറിയാം, എന്നെ ഇതുവരെ പരാതി വന്നവരും ഒന്നും എന്നെ അറിയിച്ചിട്ടില്ല. അത് നമ്മൾ വേറൊരു സോഴ്സ് വഴി അറിഞ്ഞതാണ് ഇങ്ങനൊരു കേസ് ഫയൽ കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളിത് അറിയണത്. അപ്പോഴാണ് ഞാൻ പോയി FIR കോപ്പി വാങ്ങിച്ചത്. അപ്പോഴാണ് എനിക്കെതിരെ ഇങ്ങനെ അവനെ മർദ്ദിച്ചു, വാരിയിൽ ഒടിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി ഉള്ള കാര്യം അറിയുന്നത്. കേസെടുത്തതറിഞ്ഞ പിതാവ് കഴിഞ്ഞ ദിവസം തന്നെ മുൻകൂർ ജാമ്യം നേടിയിരുന്നു. കുട്ടിയുടെ പിതാവിനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാവില്ലെന്ന് കടവന്ത്ര പോലീസ് പറയുന്നുണ്ടെങ്കിലും മകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ഭയം കുട്ടിയുടെ കുടുംബത്തിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് കടവന്ത്ര പോലീസിന്റെ നടപടികളിൽ സംശയം ആരോപിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകിയത്. നിതിൻ സേവ്യർ, മീഡിയ 1, കൊച്ചി.